ദക്ഷിണേന്ത്യയിലെ കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന ഇസ്നോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തിന് ഒച്ചുകളുമായുള്ള സമ്പർക്കം കാരണമാകുന്നതായി കൊച്ചി അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ നടത്തിയ 14 വർഷത്തെ പഠനത്തിൽ കണ്ടെത്തി. ഇസ്നോഫിലിക് മെനിഞ്ചൈറ്റിസിന്റെ വർധനയെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് പല കേസുകളും ആരംഭത്തിൽ മറ്റു തരത്തിലുള്ള മെനിഞ്ചൈറ്റിസുകളുമായി തെറ്റിദ്ധരിച്ച് ചികിത്സ നടത്തിയതായാണ്. ഒരുപക്ഷെ മരണം സംഭവിക്കാവുന്നതും അതല്ലെങ്കിൽ മസ്തിഷ്കക്ഷതം പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്കോ കാരണമാകാവുന്ന അപകടകരമായ ഈ അണുബാധയെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയെന്നത് വളരെ പ്രധാനമാണെന്ന് അമൃതയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ.പി. വിനയൻ ചൂണ്ടിക്കാട്ടി. ആഫ്രിക്കൻ ഒച്ച് നമ്മളെല്ലാവരും പലപ്പോഴും പ്രത്യേകിച്ച് എറണാകുളം ഏരിയയിൽ വളരെ കൂടുതലായിട്ട് കാണുന്നതാണ് ഈ വലിയ ആഫ്രിക്കൻ ഒച്ചുകൾ. ഒച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ലൈം എന്ന് പറയുന്ന ആ വഴുവഴുപ്പുള്ള ദ്രാവകം നിറച്ച് പലതരത്തിലുള്ള വിരകളുണ്ട്. പലതരത്തിലുള്ള വിരകൾ ശരീരത്തിനകത്ത് കയറിയിട്ട് അത് ബ്രെയിനിലെത്തി അത് ബ്രെയിനകത്ത് ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഇതിന് കാരണം. അന്താരാഷ്ട്ര ജേർണലായ പീഡിയാട്രിക് ന്യൂറോളജിയിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനത്തിൽ ഒച്ചുകൾ കൂടുതലായുള്ള മേഖലകളിൽ വൃത്തിയും ശുചിത്വവും പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികൾ കഴുകി ഉപയോഗിക്കണമെന്നും മാംസഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ പാകം ചെയ്ത് ഉപയോഗിക്കണമെന്നും പഠനത്തിൽ പറയുന്നു. മഴക്കാലത്തിനു ശേഷം വലിയ ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകമായി കാണപ്പെടുന്ന കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും പഠനത്തിൽ പറയുന്നു.